1976 അന്നക്കിളി എന്ന തമിഴ് ചിത്രത്തിലെ 7 ഗാനങ്ങൾക്ക് സംഗീതം നിർവഹിച്ചുകൊണ്ടായിരുന്നു ഇളയരാജ എന്ന കുറിയ മനുഷ്യൻ ഇന്ത്യൻ സിനിമയിൽ ഒരു അത്ഭുത പ്രതിഭാസമായി മാറിയത്. 1000ഓളം സിനിമകൾ, സിംഫണി ചെയ്ത ലോക പ്രശസ്തി, 4500 പാട്ടുകൾ, 3.5 പതിറ്റാണ്ട് പിന്നിടുന്ന ഇളയരാജ എന്ന ഇസൈജ്ഞാനിയുടെ സംഗീത സപര്യ തെന്നിന്ത്യൻ സംഗീത ലോകത്ത് വേറിട്ട വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു. കേരളത്തിനോട് ചേർന്നുള്ള തേനിയിൽ 1943 ജൂൺ 2 ഇളയരാജ എന്ന ജ്ഞാനദേശികൻ ജനിച്ചത്. തുടക്കകാലത്ത് ജി വെങ്കിടേഷ് എന്ന കന്നഡ സംഗീത സംവിധായകനൊപ്പം 200ഓളം ചിത്രങ്ങളിൽ സഹായിയായി പ്രവർത്തിച്ച പരിചയവുമായായിരുന്നു അന്നക്കിളി എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറിയത്. ഗ്രാമീണ ജീവിതത്തിന്റെ ശക്തിയും സൗന്ദര്യവും അലിയിച്ചു ചേർത്ത ഇളയരാജയുടെ ഗീതങ്ങൾ തമിഴ് സിനിമയുടെ പ്രതീകങ്ങളായി പോലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഒഴുകിപ്പോയിരുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തരായ ഒട്ടുമിക്ക സംവിധായകരുടെയും ചിത്രങ്ങൾക്ക് ഇളയരാജയുടെ സംഗീതം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായിരുന്നു. ലോകത്തിലെ മികച്ച 10 ഗാനങ്ങൾക്കായി BBC നടത്തിയ തിരഞ്ഞെടുപ്പിൽ 4ാം സ്ഥാനത്തെത്തിയത് ദളപതി എന്ന ചിത്രത്തിലെ ഇളയരാജയുടെ രാക്കമ്മ കയ്യെത്തട്ട് എന്ന ഗാനമായിരുന്നു. നിരവധി ഭാഷകളിലായി സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ഇളയരാജ 4 തവണ ദേശീയ പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട്. ഓസ്കാർ അവാർഡുകൾക്കായി ഇന്ത്യൻ സിനിമാ ലോകം ഔദ്യോഗികമായി നാമനിർദ്ദേശം നൽകിയ ഒട്ടനവധി ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കിയ ഇളയരാജയെ 2010 ഭാരത സർക്കാർ പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു.